എന്റെ നേരെ കഴിഞ്ഞുകൊണ്ട് സംസാരിച്ചാലുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ ചെക്കനുമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നത്? പെണ്ണ് കെട്ടിയേക്കുമ്പോ ചെക്കൻ നേരത്തൊന്നല്ല നിൽക്കുന്നത്. ഏട്ടന്റെ ഭാര്യയൊന്നും ഞാൻ നോക്കൂലട്ടോ. കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നേ എന്താ മക്കളെ? എന്താ പാപ്പ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവനും ഇവന്റെ ഭാര്യയുള്ള വീട്ടിലുണ്ടല്ലോ, ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല. ആര് പറഞ്ഞു നിക്കണം? ഇറങ്ങി പോടി. നിനക്ക് 10ഉം ഇവന് 3 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങി പാപ്പാന്റെ സെന്റി. വേറൊരു പെണ്ണ് കെട്ടിയാൽ നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് മക്കളെ ഞാൻ വേറൊരു കല്യാണം കൂടി കഴിക്കാതെ. ഒരു ഉമ്മയുടെ കുറവ് അറിയിക്കാതല്ലേ മക്കളെ ഞാൻ നിങ്ങളെ വളർത്തിയത്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ എത്ര സ്നേഹത്തോടെ മക്കളെ നിങ്ങൾ ജീവിച്ചത്. അപ്പൊ കേറി വന്ന ഞാനല്ലേ നിങ്ങളെ മക്കളെ തമ്മിലടിപ്പിച്ചത്? ഈ പെങ്കോന്നന്റെ ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടിവിന്റെ റിമോട്ട് എന്റെ മോളൊന്ന് തൊട്ടുപോയന്. എന്തെല്ലാം ഇവന്റെ ഓളെ എന്നെ പറഞ്ഞ നിങ്ങൾക്ക് അറിയോ? ഇന്റെ മക്കൾക്ക് ടി വി കാണണമെങ്കിലേ ടിവിന്റെ പോരേന്ന് കൊണ്ടുവരണോ? ഇവന്റെ കെട്ടിയൊക്കെ ജോലി ഉണ്ടെന്നുള്ള അഹങ്കാര. വെറുതെ അല്ലടാ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ട് നീ ഗർഭിണിയായിട്ട്. ഞാനോ? സോറി, എന്റെ കെട്ടിയോള്. വാപ്പ, ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ഷെയർ വേണം. നിനക്ക് ഷെയർ വേണല്ലേ? ഷെയർ ആവണ്ടേ? അതാ ഷെയർ അടക്കണം. അതാ എന്റെ ആകല്ല സമ്പാദ്യം. അതിന്റെ മക്കൾ 2 ആളും കൂടി വീഴ്ചങ്ങെടുത്തോളി. അല്ല, അന്നേരം ഈ വീടും സ്ഥലമോ? ഈ വീടോ? ഈ വീട് സഹകരണ ബാങ്കിൽ പണയത്തിലാ. 25 ലക്ഷം ലോൺ എടുത്തിട്ട് ഇപ്പൊ 50 ലക്ഷമായി. അടുത്ത ആഴ്ച എപ്പതിയാ? പാപ്പ ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുത്. മക്കളെ വിഷമിക്കണ്ട. മക്കളെ വാപ്പ ഒരിക്കലും പെരുവയിൽ ഇറക്കി വിടും. എന്റെ മക്കൾക്ക് വേണ്ടി ഈ വാപ്പ 2 വീട് റെഡിയാക്കി വെച്ചു. എന്റെ മക്കളെ ഞാൻ ഒരിക്കലും വയ്യാതാരാക്കും. 10 മണിക്ക് നീ റെഡിയാകുക, 11 മണിക്ക് നീ റെഡിയാകുക. മോനല്ല പുതിയ വീട്. പാപ്പ, ഒരു ബാപ്പ മക്കളെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. വാപ്പ എന്നോട് ക്ഷമിക്കണോ? എന്തിനാ മോളെ? വാപ്പാക്ക് കഴിഞ്ഞ ദിവസം വയറിളക്കം വന്നില്ലേ, അത് ഞാൻ ചായയില് സോപ്പ് പൊടി കലക്കി തന്നതായിരുന്നു. അതൊന്നും സാരമില്ല മോളെ. എന്തായാലും വേണ്ടില്ല. അല്ല പാപ്പ, അനിയൻ എന്ന് പറയുന്ന ആ 4 കേടിയ വീട് വാങ്ങിക്കൊടുത്തേ. അതോർത്ത് നീ വിഷമിക്കണ്ട. അവനെ ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു പാപ്പ, താങ്ക് യു. എന്നാൽ എൻ്റെ മക്കൾ ഇനി സന്തോഷമായിട്ട് ജീവിക്കും. ശല്യപ്പെടുത്താൻ ഇനി ബാപ്പ ഇങ്ങോട്ട് വരില്ല. താങ്ക് യു പാപ്പ, താങ്ക് യു. അല്ല പാപ്പ, ഈ വീടിന്റെ ആധാരം? ഓ സോറി മോനെ, അത് തരാൻ മറന്നുപോയി. എന്നാൽ ഈ വീടിൻ്റെ വാടക കരാറ് എല്ലാ മാസം 1-ാം തീയതി വാടക കൊടുക്കാൻ മറക്കല്ലേ. എന്ത് വിധി ഇത്? നീയോ? പോടാ. തുടങ്ങി. അപ്പൊ മക്കളെ, നിങ്ങൾ അടിച്ചു പൊളിക്ക്. ഹാപ്പി ന്യൂ ഇയർ.